ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രേഡ് ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. അപ്പം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ ഒരു ട്രേഡ് എടുത്തിരുന്നു റീസെന്റ് എത്തീരിയത്തിനകത്ത്. അപ്പം ഞാൻ അത് എന്തുകൊണ്ടാണ് എടുത്തത്, ലൈക്ക് ഏത് പോയിന്റിലാണ് എടുത്തത്, എന്തുകൊണ്ടാണ് ഞാൻ അവിടെ ട്രേഡ് എടുക്കാനുള്ള കാരണം എന്നുള്ളതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് SMC കോൺസെപ്റ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് SMC കോൺസെപ്റ്റ് അറിയാത്ത ഒരാളാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട, നമ്മുടെ ചാനലിനെ തന്നെ പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ ആണ് ഇഷ്ടം, നിങ്ങൾ പ്രൈസ് ആക്ഷനെ കുറിച്ച് പഠിക്കാൻ വളരെ ബേസിക് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ആണ്, അഡ്വാൻസ്ഡ് ലെവലൊന്നും അല്ല, ബിഗിനർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് നമുക്ക് മര്യാദയ്ക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊബിലിറ്റിയോട് കൂടി തന്നെ ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു സീരീസ് ആണ്. അത് കഴിഞ്ഞ് അതല്ലാന്നുണ്ടെങ്കിൽ സ്മാർട്ട് മണി ഉണ്ട്, അതിന്റെ 2 വേർഷൻസ് ഉണ്ട്. അപ്പം എനിക്ക് പേഴ്സണലി പ്രൈസ് ആക്ഷനെക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന SMC കോൺസെപ്റ്റ് ആണ്. പ്രൈസ് ആക്ഷൻ നന്നല്ല എന്നല്ല അതിന്റെ അർത്ഥം, ഓരോ ആൾക്കാരും ഓരോ സ്ട്രാറ്റജിയിലായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. എനിക്ക് കൂടുതലും വരുന്നത്, ഞാനിപ്പം കുറച്ചായിട്ട് ട്രേഡ് ചെയ്യുന്നത്, മീൻസ് കുറെ കാലത്തിന് ശേഷമാണ് ഇൻഫാക്ട് ട്രേഡ് ചെയ്യണത്. ഇതൊക്കെ സീരിയസ് ഒക്കെ പറഞ്ഞു തന്നു, അതിന് ശേഷം ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ ചില കാരണങ്ങൾ ലൈക്ക് പീസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയില്ലേ, സോ അത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ട്രേഡിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പീസ് ഓഫ് മൈൻഡ് ആണ്. സോ അതൊരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, ഈവൻ വീഡിയോസ് വരെ കൺസിസ്റ്റന്റ് ആയിരുന്നില്ല. ബട്ട് ബാക്ക് ടു നോർമൽ പഴയ പോലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയണത്, അപ്പം ഈ പറഞ്ഞ SMC വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സാധനത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ റീസെന്റ് ട്രേഡ് എടുത്തതാണ് കാണിക്കുക. അപ്പം നിങ്ങൾക്ക് ഏത് സീരീസ് വേണമെങ്കിലും പഠിക്കാം. ഇനിയിപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ട് വളരെ കോമൺ ആയിട്ടുള്ള EMA ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ഇതിനകത്ത് ആരൊരാൾ കമന്റ് ചെയ്തിരുന്നു 4-5 ദിവസം ട്രേഡ് എടുത്തിട്ട് വിടാൻ പറ്റുമോ വെച്ചിരുന്നു. സ്വാഭാവികമായിട്ട് ഞാൻ ശനി ഞായർ ഒഴികെ ബാക്കിയുള്ള 4 ദിവസം ഈ ഒരു സ്ട്രാറ്റജി വെച്ച് ട്രേഡ് എടുത്തതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് അത് എടുത്തതെന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പം SMC മറ്റു സംഭവങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിലും ഇതൊരു 1:1, 1:2 എന്നുള്ള റേഷ്യോയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇപ്പൊ ഞാൻ 4 ദിവസത്തിൽ എനിക്ക് പ്രോഫിറ്റബിൾ ആണ് എന്ന് വെച്ചാൽ എല്ലാവരും പ്രോഫിറ്റ് ആവില്ല, ഒരു 70% അല്ലെങ്കിൽ 80% നിങ്ങൾക്ക് ആക്യുറസി കിട്ടുന്ന ഒരു സ്ട്രാറ്റജി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പം ഇത് വളരെ ബേസിക് ആണ്. ഇപ്പം SMC കൂടി അറിയുന്ന ഒരാളാണെങ്കിൽ, പ്രൈസ് ആക്ഷൻ കൂടി അറിയുന്ന ഒരാളാണെങ്കിൽ ഇൻഡിക്കേറ്റർ കുറച്ചും കൂടി നമുക്ക് യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എൻട്രി എവിടെ, എക്സിറ്റ് എവിടെ, ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും, എവിടെ വെക്കണം എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും, കാരണം ഓരോ സോൺസ് ഒക്കെ മനസ്സിലാക്കിയിട്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കുക. ഇതൊന്നും അറിയില്ലെങ്കിലും ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പം ഇനി കൂടുതൽ വളയ്ക്കാണ്ട് നേരെ എത്തീരിയത്തിലേക്ക് പോവാം. അപ്പം ഞാൻ ഈ ഒരു വീണ്ടും ട്രേഡ് ബ്രേക്ക് ഡൗൺ ഇടാൻ കാരണം, ഇതിനെക്കുറിച്ച് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ആ വീഡിയോ കാണുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്ന് തീർച്ചയായിട്ടും ബ്രോ നിങ്ങളാണ് ഈ ഒരു വീഡിയോക്ക് പ്രചോദനം തന്നെ പറയാം. കാരണം എനിക്കിവിടെ ഒരു ഇത് ഇട്ടായിരുന്നു, ലൈക്ക് പുള്ളിയുടെ പേര് ഇതിനകത്ത് ഫാൽക്കൺ ഫാൾ എന്നാണ്, ഐ ബിലീവ് വീഡിയോ കാണുന്നത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഓക്കെ. സോ പുള്ളി ഇങ്ങനെ ട്രേഡ് ഇട്ടപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് താഴെ കുറച്ച് കമന്റ്സ് വന്നിരുന്നു എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ. അപ്പം അത് ഞാൻ നിങ്ങൾക്കും കൂടി ലൈവായിട്ട് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സംഭവം ഇപ്പോൾ ചെയ്യണത്. അപ്പം സ്വാഭാവികമായിട്ടും SMC ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് എന്തെന്ന് വെച്ചാൽ ഈ ഒരു ചാർട്ടിൽ ഇങ്ങനെ വന്ന് 1 hour ചാർട്ടാണ് യൂസ് ചെയ്തത്. ഇവിടെ വന്നിട്ട് ഞാൻ നോക്കി, ഓക്കെ ഇതിന്റെ ലോ ഏതാ ഹൈ ഏതാന്നുള്ളത് നോക്കി. ഇതായിരുന്നു ഹൈ ഉണ്ടായിരുന്നു, ഇത് ലോ ആയിരുന്നു. ഈ ലോ എപ്പോഴാണ് കൺഫേം ആയി വെച്ചാൽ ഇതാ ഇവിടെ ഈ ഒരു സാധനം IDM ആണ്. ഈ ഒരു IDM എടുത്ത സമയത്ത് നിങ്ങൾക്ക് കാണാമെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു IDM എടുത്തപ്പോൾ നമുക്ക് ഈ ഒരു ലോ കൺഫേം ആയി. ഈ ഹൈ എപ്പോഴാണ് കൺഫേം ആയി വെച്ചപ്പോൾ ഇതൊരു ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നപ്പോൾ നമുക്ക് ഇതൊരു ഹൈയും ഇതൊരു ലോവുമായി. സ്വാഭാവികമായിട്ടും ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുമ്പോൾ നമുക്ക് പുതിയൊരു ഹൈ ഇതായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ ഈ ഹൈ എപ്പോഴാണ് എനിക്ക് കൺഫേം ആയെന്ന് വെച്ചാൽ എപ്പോഴാണോ ഒരു IDM എടുത്ത് ആ സമയത്താണ് എനിക്ക് കൺഫേം ആവുക. സോ ഞാൻ താഴത്തേക്ക് നോക്കിയപ്പോൾ ഇവിടെ ഒരു IDM ഉണ്ട്. സോ ഈ ഒരു IDM എടുത്ത സമയത്ത് എനിക്ക് മനസ്സിലായി ഇതാണ് ഹൈ എന്ന് മനസ്സിലായി. സോ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, ഇവിടെ ഒരു ഹൈ കിട്ടി. സ്വാഭാവികമായിട്ട് ഇതിന്റെ ലോ എന്ന് പറയുന്നത് ഇതായിരിക്കും, കാരണം ഇത് അടുത്തതിന്റെ ലോ ആണ്. അപ്പം ഇതിന്റെ ഉള്ളിൽ ഈ ഒരു ഫേസിനകത്തുള്ള ലോ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു സൈക്കിളിലെ ലോ. അപ്പം ഇതാണ് എന്റെ ലോ എന്ന് മനസ്സിലായി, ഇത് ലോ ആണ്, ഇത് ഹൈ ആണെന്ന് മനസ്സിലാക്കി. IDM കിട്ടി. സോ ഈ IDM കിട്ടിയ സമയത്ത് ഞാൻ നോക്കിയത് അടുത്ത സോൺ ഏതൊക്കെ സോണിലേക്കാണ് മാർക്കറ്റിന് വരാനുള്ള സാധ്യതകൾ നോക്കി. സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലായി ഇതൊരു വിക്ക് സോൺ ആണെന്ന് മനസ്സിലായി. ഇതിന്റെ മുൻപത്തേൽ നോക്കിയപ്പോൾ ഈ ഒരു വിക്ക്, ഇതിന്റെ തൊട്ട് മുൻപത്തെ ഞാൻ ചുമ്മാ നോക്കിയതാണ്, ഈ ഒരു വിക്ക് മിറ്റിഗേറ്റഡ് അല്ല, അപ്പൊ വിക്ക് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ ഈ ഒരു വിക്കും മിറ്റിഗേറ്റഡ് അല്ല ഇതിന്റെ അതോ. അപ്പൊ ഇതൊരു ഏരിയ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഒരു വിക്ക് സോൺ ഞാൻ അവിടെ മാർക്ക് ചെയ്തു. സ്വാഭാവികമായിട്ട് ഇനി മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ SMC കോൺസെപ്റ്റ് പ്രകാരം അടുത്തൊരു ഹൈ നമുക്ക് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ആവണം. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇപ്പം SMC അറിയാത്തവരാണെങ്കിൽ മേ ബി കൺഫ്യൂസ്ഡ് ആവും, ബട്ട് അറിയുന്നവരാണെങ്കിൽ ഇത് മനസ്സിലാവും. ഇത് ബ്രേക്ക് ചെയ്താലേ അടുത്ത ഹൈ ആവുള്ളൂ. അതുപോലെ ലോ കൺഫേം ആയി, നമുക്ക് ഇവിടെ ലോ ആണ്, ഇത് ഹൈ ആണെന്ന് മനസ്സിലായി. IDM ഇതാണ്. IDM എടുത്ത സ്ഥിതിക്ക് ഇനി ഒന്നുമില്ലെങ്കിൽ മാർക്കറ്റ് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ വന്ന് ഇത് ബ്രേക്ക് ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ചിലപ്പോൾ ഈ IDM എടുത്ത് ഇങ്ങനെ പോവാം. അപ്പം ഇതൊരു റിസ്കി ട്രേഡ് കൂടി ആയിരുന്നു, നമ്മുടെ ടെലിഗ്രാമിൽ പറഞ്ഞിരുന്നു. ഞാൻ ഈ ഒരു രീതിയിലാണ് എടുത്തത്. ഇങ്ങനെ നോക്കിയപ്പം എനിക്ക് ഇങ്ങനെ വന്ന സമയത്ത് ഇവിടെ ഇതൊരു സോൺ ആണെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സോൺ ആയിട്ടാണ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്. ഈ ഒരു സോണിനകത്ത് ഇത് മിറ്റിഗേറ്റഡ് ആയ സമയത്ത് നമുക്ക് ഇതും ഒരു വിക്ക് സോൺ ആണ് കേട്ടോ. ഈ ഒരു കാണുന്നതും വിക്ക് സോൺ ആണ്. അത് മൊത്തമല്ല, 50% മേലെ. ഞാൻ മുൻപത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ഇല്ല എന്നുള്ളത് സൂക്ഷിക്കുക. ഈ വിക്ക് കാണുന്നതൊക്കെ നമുക്ക് 50% എങ്കിലും മിറ്റിഗേറ്റഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഒരു സോണായി കൺസിഡർ ചെയ്യാം. കാരണം ഈ ഒരു വിക്ക് കണ്ടു, ഈ ഒരു വിക്ക് ഇപ്പൊ നമുക്ക് 50% മിറ്റിഗേറ്റഡ് അല്ല.
നമുക്ക് ഇതിന്റെ 50% പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിരിക്കും വരുന്നുണ്ടാവുക. സോ നമുക്ക് അതൊരു വിക് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഭാഗം ഇതിന്റെ താഴത്ത് വന്നപ്പം ഇവിടെ വന്ന് തട്ടി മേലേക്ക് പോയപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് മനസ്സിലായി ഹയർ ടൈം ഫ്രെയിമിൽ ഡിമാൻഡ് സോണിൽ വിക് സോണിൽ വന്ന് ടച്ച് ചെയ്ത് പോയി എന്ന് മനസ്സിലായി. സോ ഇവിടെ തട്ടിയ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ക്യാൻഡിലാണ് തട്ടിയത്. ഞാൻ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി 5 മിനിറ്റിലേക്ക് പോയി. 5 മിനിറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം 1 hour 5 minute ആണ് എടുക്കുന്നത്. തട്ടിയ ഭാഗം ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെയാണ് തട്ടിയിരിക്കുന്നത്. തട്ടിയിരിക്കണു. ഈ തട്ടി ഇനി നമുക്ക് അടുത്ത് കണ്ടത് ഒരു ട്രേഡ് വീണ്ടും മേലേക്ക് പോകാൻ. കാരണം മൊത്തം ട്രെൻഡ് അപ്പാണ്, താഴത്തേക്ക് വന്ന് ഡിമാൻഡ് സോൺ ടച്ച് ചെയ്തു. ഇനി മാർക്കറ്റ് മേലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. സോ എന്ത് ചെയ്യണം, ഇനി ഈ ഒരു ട്രേഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോവർ ടൈം ഫ്രെയിമിൽ ഫസ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടണം. ലോവർ ടൈം ഫ്രെയിമിൽ COH അല്ല വരുന്നുണ്ടാവും, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ്. ഇതാണ് ഇതിന്റെ ഹൈ. മാർക്കറ്റ് മേലേക്ക് പോയി ഈ ഒരു രീതിയിൽ ക്രോസ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് ഇതിന് മാറ്റാം. കാരണം ഞാനിത് പ്യുവർലി മുൻപത്തെ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്യണത് SMCയിൽ. അപ്പം ഇത് വിക്കാണ്, ചെറിയ ടൈം ഫ്രെയിമിൽ ഇവിടെ വന്ന് തട്ടി നമുക്ക് ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. ഇനി ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ എന്താ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡ്യൂസ്മെന്റ് കിട്ടണം. എവിടെയാണ് ഇൻഡ്യൂസ്മെന്റ് എന്നത്? ഇത് ഹൈ ആണ്. ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നപ്പം ഇതാണ് ഹൈ വന്നത് ലോവർ ടൈം ഫ്രെയിമിൽ. ഇനി നമ്മളിപ്പോൾ എൻട്രി ടൈം ഫ്രെയിമിലാണ് നിൽക്കുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ഇൻഡ്യൂസ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഇൻഡ്യൂസ്മെന്റ് ലെവൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അത് വന്നില്ല. പകരം എന്ത് ചെയ്തു? പകരം പുതിയൊരു ഏരിയക്ക് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഇതൊന്നും ഇൻഡ്യൂസ്മെന്റ് എടുക്കാണ്ട് വീണ്ടും മേലേക്ക് മാർക്കറ്റ് പോയി. സോ വീണ്ടും മേലേക്ക് മാർക്കറ്റ് പോയപ്പോൾ നമുക്കറിയാം ഈ ബ്രേക്ക് ഓഫ് ഈ ഹൈ എന്നുള്ളത് വീണ്ടും ഹൈയിലേക്ക് മാറി. ഇതായി ഹൈ. ഇവിടെയും നമുക്ക് ഇൻഡ്യൂസ്മെന്റ് കിട്ടിയില്ല. പുതിയ ഹൈ ഇതാണ്. ഇതിനകത്ത് ഇൻഡ്യൂസ്മെന്റ് എന്ന് പറഞ്ഞ ഭാഗം തന്നില്ല. ലാസ്റ്റ് ഇതിൽ ഇൻഡ്യൂസ്മെന്റ് ഇല്ലാണ്ട് പോയി. ഇവിടെ നിങ്ങൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തട്ടിയതിന് ശേഷം ഒരു ഇൻഡ്യൂസ്മെന്റും ഇല്ലാണ്ടാണ് ഈ ഒരു ഹൈ ഒറ്റ ലെഗായിട്ടാണ് മേലേക്ക് പോയിരിക്കുന്നത്. പുൾ ബാക്ക് ഉണ്ടായിരുന്നു, പക്ഷെ എവിടെയും ഇൻഡ്യൂസ്മെന്റ് തരാതെ മേലേക്ക് പോകുമ്പോൾ തന്നെ നമുക്കത് വാലിഡ് ഹൈ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ എന്തായി ലാസ്റ്റ് എന്തായി? ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഹൈ ക്രിയേറ്റ് ആയി. ഈ ഒരു ഹൈ ക്രിയേറ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ ഇൻഡ്യൂസ്മെന്റ് നോക്കിയ സമയം എന്താ? ഇതായിരുന്നു ഇതിന്റെ ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും നമുക്കപ്പം ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് തന്നപ്പോൾ മനസ്സിലായി ഇത് ഹൈ ആണെന്ന് മനസ്സിലായി. സ്വാഭാവികമായിട്ടും ഇത് ലോ ആണെന്ന് മനസ്സിലായി. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ടെലിഗ്രാമിൽ ഒന്ന് ചോദിച്ചാൽ മതി. ടെലിഗ്രാം ആക്റ്റീവ് ആയിരുന്നില്ല, ഇപ്പം എല്ലാം ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഹയർ ടൈം ഫ്രെയിമിൽ ഹൈയും ലോയും മാർക്ക് ചെയ്തു. ഹയർ ടൈം ഫ്രെയിമിൽ ഒരു സോണിൽ വന്ന് ടാപ്പ് ചെയ്തപ്പം ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയി. ലോവർ ടൈം ഫ്രെയിം ഇവിടെ 5 മിനിറ്റ് ആയിരുന്നു. സോ 5 മിനിറ്റിൽ നമ്മൾ എന്താണ് ചെക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റിൽ നമ്മൾ പോയിട്ട് ഈ ഒരു ടാപ്പ് ചെയ്ത ഭാഗത്ത് ഒരു ഹൈ കിട്ടണം. ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ട് ഒരു ഇൻഡ്യൂസ്മെന്റ് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും മാർക്കറ്റ് ട്രേഡ് എടുക്കാൻ പറ്റും. ശരിക്കും നമ്മൾ ട്രേഡിംഗ് കോൺസെപ്റ്റ് പ്രകാരം ഒരു ലോവർ ടൈമിൽ ടാപ്പ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഇങ്ങനെ ലോവർ ടൈമിൽ തയ്ച്ചത് ഇവിടെ തട്ടി ഒരു ഇൻഡ്യൂസ്മെന്റ് തന്നു കഴിഞ്ഞാൽ ഈ ഒരു സോണിൽ നമുക്ക് കയറി എൻട്രി എടുക്കാം. ഇവിടെ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് തരാണ്ട് ഇത് മേലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. സോ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻഡ്യൂസ്മെന്റ് കിട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സോ വെയിറ്റ് ചെയ്തു. ഇവിടെയാണ് നമുക്കൊരു ഇൻഡ്യൂസ്മെന്റ് കിട്ടിയത്. അപ്പം ഇവിടെ ഇൻഡ്യൂസ്മെന്റ് കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പ്രോപ്പർ സോൺ ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ ഞാൻ ഇവിടെ നിന്നാണ്, മാർക്കറ്റ് മൊത്തം അപ്പാണ്, പക്ഷെ ഞാൻ ഈ ഭാഗത്തു നിന്നാണ് ഷോർട്ട് പ്ലേസ് ചെയ്തത്. കാരണം ഇവിടെ നോക്കിയപ്പോൾ മാർക്കറ്റ് ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുക, ഫുൾ അപ് ട്രെൻഡ്. പക്ഷെ ഞാൻ ഇവിടെ സത്യം പറഞ്ഞാൽ ഷോർട്ടാണ് ചെയ്തത്. ട്രെൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്തത്. ഹയർ ടൈം ഫ്രെയിമിലും അപ് ട്രെൻഡ് ആയിരുന്നു, ഈ ഒരു ചെറിയ ടൈം ഫ്രെയിമിലും അപ് ട്രെൻഡ് ആയിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു ഭാഗത്ത് ഷോർട്ട് പ്ലേസ് ചെയ്തു. കാരണം ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് ഇവിടെ വന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം അടുത്ത ഒരു സോണിൽ ഇത് ടാപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അടുത്ത സോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് വന്നേക്കുന്ന സോൺ ഇതൊരു സോണാണ്. കാരണം നിങ്ങൾക്കറിയാം ഈ ഒരു ഇത് പറഞ്ഞ ഇംബാലൻസ് ഇവിടെ FVG ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതൊരു സോൺ ആണെന്ന് മനസ്സിലായി. അതിനുശേഷം ഇവിടെ നമുക്കൊരു സോൺ ഉണ്ട്. ഇവിടെ കറക്റ്റ് സോണാണ്. ഒരു ഇതില്ലാത്തൊരു ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഈ ഒരു ക്യാൻഡിൽ ലോയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ലോയും ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ പ്രോപ്പർ FVG ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതായിരുന്നു ഫസ്റ്റ് സോൺ. ഈ ഒരു സോൺ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇറ്റ് ഈസ് എ സോൺ, ബട്ട് മോർ ദാൻ ദാറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു. ഈ ഒരു ക്യാൻഡിലും ഈ ഒരു ക്യാൻഡിലും തമ്മിലാണ് ഇംബാലൻസ് ഉള്ളത്. ബട്ട് ഈ ഒരു ക്യാൻഡിൽ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സോൺ ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു ബിഗ് സോൺ ഇല്ലെങ്കിൽ മേ ബി നമുക്ക് ഇത് വേണമെങ്കിൽ ചെറിയ സോൺ ആക്കും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് കാണാം ഈ ഒരു ഇവിടെ ഈ ഒരു ഇതാണ് ലാസ്റ്റ് ക്യാൻഡിലാണ് നമ്മുടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തേക്കണം. ഈ ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തിട്ടില്ല, ഈ ക്യാൻഡിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് FVG ഉള്ളത് സ്വീപ്പ് ചെയ്യാത്ത ക്യാൻഡിലാണ്. ഇതാണ് ഇപ്പം നമുക്ക് FVG ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇംബാലൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാൻഡിലാണ്. അതുകൊണ്ട് വേറെ സോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൺസിഡർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ പ്രോപ്പർ ആയിട്ട് ഒരു സോൺ ഓർഡർ ബ്ലോക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്യാൻഡിൽ തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഇംബാലൻസ് തന്നുകൊണ്ട് തന്നെ ഇതായിരുന്നു എന്റെ പെർട്ടിക്കുലർ സോൺ എന്ന് പറയുന്നത്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഈവൻ ദോ മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഈ ഒരു IDM തട്ടി മാർക്കറ്റ് മേലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ടച്ച് ചെയ്തിട്ട് പോകാനുള്ള സാധ്യതകൾ എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അതേപോലെ പിന്നെ അതിനുശേഷം ഇത് നമുക്ക് ഡിസിഷണൽ സോൺ ആണ്. ഡിസിഷണൽ സോണും എക്സ്ട്രീം സോണൊക്കെ നമ്മൾ മുൻപ് ക്ലിയർ ആയിട്ട് SMCയിൽ പറഞ്ഞിട്ടുണ്ട്.
സോ ഇതായിരുന്നു ഡിസിഷണൽ സോൺ. ഇനി ഇതിന്റെ എക്സ്ട്രീം സോൺ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് ഞാൻ പറഞ്ഞു 50% മേലെ വിക്ക് എന്ന് പറഞ്ഞാൽ വിക്ക് മിറ്റിഗേറ്റഡ് അല്ലാന്നല്ലേ നമുക്ക് അതൊരു സോൺ ആക്കാം. അതായത് 50% ഇവിടെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു ഭാഗമായിരിക്കും 50% വരുന്നുണ്ടാവുക. സോ ഈ 50% ഇത് മിറ്റിഗേറ്റഡ് അല്ല, സോ സ്റ്റിൽ വാലിഡ് ആണ്. കാരണം വിക്ക് വന്ന് മിറ്റിഗേറ്റഡ് ആവാത്തതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം വാലിഡ് ആണ്. വാലിഡ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇതും ഒരു സോൺ ആയിട്ട് നീട്ടി വലിക്കാം. കണ്ടോ, കറക്റ്റ് ആ 50 സോണിൽ വന്ന് ടച്ച് ചെയ്തില്ലേ. വീണ്ടും ഇത് നമ്മുടെ എക്സ്ട്രീം സോൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് നമുക്ക് ഡിസിഷണൽ സോൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ദർ ഈസ് പ്രോബബിലിറ്റി ഏതൊരു എക്സ്ട്രീം സോണിൽ വരാം, ഡിസിഷണൽ സോണിലും വന്ന് ട്രേഡ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. നമുക്ക് നോക്കാം, ഡിസിഷണൽ സോണിൽ വന്ന് ടാപ്പ് ചെയ്ത സമയത്ത് നമ്മൾ അതേ സമയം ഇവിടേക്ക് ഒന്ന് നോക്കിയപ്പോൾ ഏത് നമ്മൾ ടാർഗറ്റ് വെക്കാൻ സ്വാഭാവികമായിട്ട് ഹൈ ആയിരിക്കും വെക്കുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല ഇവിടെ ഹൈയിൽ കട്ട റെസിസ്റ്റൻസ് ആണ്. ഇവിടെ ഒരുപാട് സ്ഥലത്ത് മാർക്കറ്റ് ഡബിൾ 2-3 വട്ടം വന്നിട്ട് ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രോപ്പർ എക്സിറ്റ് ഏരിയ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റി. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടുന്ന് ഞാൻ ഈ ഒരു മാർക്കറ്റ് ഇവിടുന്ന് ഷോർട്ട് ചെയ്തു ഈ ഐഡിയം എടുത്ത സമയത്ത് ഷോർട്ട് ചെയ്തിട്ട് ഇവിടെ ടാർഗറ്റ് വെച്ചു. സ്റ്റോപ്പ് ലോസ് സ്വാഭാവികമായിട്ട് ഇതിന്റെ മേലെ വെച്ചു. എന്നിട്ട് എന്താണ്ടായെന്ന് വെച്ചാൽ മാർക്കറ്റ് സ്വാഭാവികം ഇവിടുന്ന് ഈ ഐഡിയം എടുത്ത സെക്കൻഡ് ഇവിടെ തന്നെ ഞാൻ എടുത്തിട്ട് ഈ ഒരു സാധനം ഇവിടെ വെച്ചു. എനിക്ക് ഇവിടെ ഐഡിയം എടുത്തതിന് ശേഷം മാത്രമേ എൻട്രി ഉള്ളൂ. കാരണം ഈ ഐഡിയം എടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ ഐഡിയം എടുത്തില്ല എന്നുണ്ടെങ്കിൽ മേ ബി മാർക്കറ്റ് വീണ്ടും ഇങ്ങനെ ഒന്നുകൂടി പോയി വീണ്ടും ഒരു ഐഡിയം തരാം. പക്ഷെ ഇവിടെ ഐഡിയം എടുത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്ത് എൻട്രി വെച്ചായിരുന്നു. അതാണ് ഞാൻ ഇവിടെ ടെലിഗ്രാമിലും പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞാൻ ഒരു വോയിസ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ എടുത്തു, ഇവിടെ എൻട്രി എക്സിറ്റ് വെച്ചു. മീൻസ് ഡിസിഷണൽ സോണിൽ നമ്മൾ ഒരു ടാർഗറ്റ് വെച്ചു. TP1 ഇവിടെയാണ്, TP2 വേണമെങ്കിൽ ഇവിടെ വെക്കായിരുന്നു. മാർക്കറ്റ് ഫുൾ അപ് ട്രെൻഡ് ആണ്. ഞാൻ ഇവിടുത്തെ റിസ്ക് മനസ്സിലാക്കണം. ഫുൾ അപ് ട്രെൻഡ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹയർ ടൈം ഫ്രെയിമിൽ അപ് ട്രെൻഡ് ആണ്, ലോവർ ടൈം ഫ്രെയിമിലും ഒരു അപ് ട്രെൻഡ് ആണ്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ട് പോവാണ്. ആ സമയത്താണ് ഞാൻ കൗണ്ടർ ട്രെൻഡ് ആയിട്ട് ഷോർട്ട് എടുത്തത്. ഇത് എപ്പോഴും സക്സസ് ആവണം എന്നല്ല പറയുന്നത്, ബട്ട് ഐ ഫീൽ സംതിങ് ലൈക്ക് ഇത് ഇങ്ങോട്ട് വരും എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് എടുത്തത്. ഒന്നാമത് വീക്കെൻഡ് ആ സമയത്ത് ജൂൺ 1 മിനിഞ്ഞാന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു മൈൻഡിലേക്ക് മാർക്കറ്റ് അത്രത്തോളം ആവുമെന്ന് അറിയില്ല. തീർച്ചയായിട്ടും ഒരു താഴത്തേക്ക് വരാനുള്ള പ്രതീക്ഷകൾ ഉണ്ടെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ മാർക്കറ്റ് താഴത്തേക്ക് വന്നു. ആൻഡ് ഇവിടെ തട്ടി കണ്ടു, ഡിസിഷണൽ സോൺ തട്ടി. ഒരുപാട് പേർക്ക് വീണ്ടും മാർക്കറ്റ് മേലേക്ക് പോയി. കണ്ടു, ഡിസിഷൻ തോന്നിട്ട് ഇനി മേലേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ ഇവിടുന്ന് അത്യാവശ്യം ആൾക്കാർക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. എന്നിട്ട് വീണ്ടും താഴത്തേക്ക് തന്നെ മാർക്കറ്റ് വന്നു. താഴത്തേക്ക് മാർക്കറ്റ് വന്നിട്ട് ലാസ്റ്റ് ടച്ച് ചെയ്ത് കണ്ടില്ലേ, നമ്മുടെ എക്സ്ട്രീം സോണ് ടച്ച് ചെയ്തിട്ടാണ് ഇപ്പം പോയത് മാത്രമല്ല എക്സ്ട്രീം സോണ് ടച്ച് ചെയ്തിട്ട് നമുക്കത് ഈ പറഞ്ഞ ഈ ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ് മറികടന്നാണ് പോയത്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നെ പറയാം സ്മോൾ ടൈം ഫ്രെയിമിൽ. പക്ഷേ ഹയർ ടൈം ഫ്രെയിമിൽ ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ല. ബിക്കോസ് നിങ്ങൾ ഇപ്പം ഇവിടെ ഹയർ ടൈം ഫ്രെയിം ആക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഏതായിരിക്കണം, ഈ ഒരു ലൈനാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. അതായത് 2798 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പറയാൻ പറ്റും. മേ ബി ഇപ്പം മാർക്കറ്റ് മൊത്തം അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഇതുപോലെ കുറെ കൺവേർഷൻസ്, കുറെ മൈൻഡ് സ്ട്രച്ചസ് ഒക്കെ നടന്ന് ഇങ്ങനെയൊക്കെ പോയി ഇങ്ങനെയൊക്കെ വന്ന് ഇതൊരു ബ്രേക്ക് തരാം. അന്ന് നമുക്ക് മനസ്സിലാവും ഹയർ ടൈം ഫ്രെയിമിലും അപ് ട്രെൻഡ് ആയിരുന്നില്ല. ആസ് ഓഫ് നൗ ഹയർ ടൈം ഫ്രെയിമിനകത്ത് എന്ന് പറയുന്നത്, സോ ഇതാണ് ഹയർ ടൈം ഫ്രെയിമിന്റെ ഏരിയ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് വലിയത് കാണിച്ചു തരാം. ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിനകത്ത് മാർക്കറ്റ് ഇപ്പൊ ഇതിനകത്ത് ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ആണ് കിടക്കുന്നത്. കണ്ടോ, ഇതാണ് ഹയർ ടൈം ഫ്രെയിമിന്റെ സോണ്. ഇതിപ്പോ മൊത്തം അപ്പാണ്. ഇതിനകത്തുള്ള മാർക്കറ്റിംഗ് ആണ് ഇവിടെ കിടക്കുന്നത്, ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ കിടക്കുന്നത്. ഇതിനകത്ത് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാന്നുള്ളതാണ് കാണിച്ചത്. അതും ട്രെൻഡിന് ഓപ്പോസിറ്റ് ആയിട്ട് കൗണ്ടർ ട്രേഡ് എങ്ങനെ എടുത്താന്നാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായോ എന്നറിയില്ല. കുറെ ടെക്നിക്കൽ ടേംസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഐഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരാം. അപ്പം പ്ലേലിസ്റ്റ് കാണുക, SMC കാണുക. അപ്പം ഹയർ ടൈം ഫ്രെയിമിൽ ഇപ്പോഴും അപ് ട്രെൻഡ് ആയിട്ടില്ല. പക്ഷേ ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തൊരു എൻട്രി ഈ ഒരു ഏരിയയിൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് വീണ്ടും എൻട്രി എടുക്കാം. അത് മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ വീണ്ടും ചാർട്ട് അനലൈസ് ചെയ്യുക, സോൺസ് മനസ്സിലാക്കുക, എവിടെയാണ് ഐഡിയം ഉള്ളത്, ഏതാണ് ഓർഡർ ബ്ലോക്ക് എന്നൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. സോ ഇതാണ് ഇങ്ങനെ ഒരു വീഡിയോ. ഐ തിങ്ക് യൂസ്ഫുൾ ആണോ എന്നറിയില്ല, ബട്ട് എനിക്ക് എന്തോ അങ്ങനെ ചെയ്യാൻ തോന്നി, അതുകൊണ്ട് ചെയ്തതാണ്. SMC അറിയുന്ന ഒരാളാണെങ്കിൽ മേ ബി ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ട്രേഡ് എടുത്തത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഞാൻ മറ്റുള്ള സംഭവങ്ങളൊന്നും നോക്കിയില്ല, പാറ്റേൺസ് നോക്കിയില്ല, ക്യാൻഡിൽസ് നോക്കിയില്ല. ഈവൻ ക്യാൻഡിൽസ് നോക്കിയാലും നമുക്ക് ഓക്കെയാണ്. നമ്മൾ ക്യാൻഡിൽസിക്സ് പാറ്റേൺസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പാറ്റേൺസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഫിറ്റബിൾ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് കാണാം, ഈ ഒരു ക്യാൻഡിൽ കണ്ടില്ലേ, അപ്പൊ ഒരു ഗ്രീന് പിന്നെ റെഡ്, ഇങ്ങനെ മൾട്ടിപ്പിൾ ക്യാൻഡിൽസ് നമുക്ക് ഇതേ ഏരിയയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കാം. ഈ ഒരു ഏരിയയിൽ കണ്ടില്ലേ, വലിയൊരു ക്യാൻഡിൽ, ഈ ക്യാൻഡിലെ ബ്രേക്ക് ചെയ്തിട്ട് വലിയ ബോഡിയോട് വന്നു. അപ്പൊ ഇവിടെ അപ്പ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇതുപോലെ ഈ ഒരു ക്യാൻഡിൽ ഒരു ലോ ക്യാൻഡിൽ ഫോം ചെയ്തു, ചെറിയൊരു ക്യാൻഡിൽ ഫോം ചെയ്തു, പിന്നെ ഹൈ വോളിയം ജനറേറ്റ് ചെയ്തു. സോ അതൊക്കെ നമുക്ക് ലൈക്ക് കൂടുതൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോണ പോലെയാണ്. എത്തീരിയത്തിലാണെങ്കിൽ ഇതിപ്പോ ഞാൻ അടുത്ത് BTC ആണ്. എത്തീരിയത്തിനകത്താണെങ്കിൽ നമുക്ക് വലിയൊരു ക്യാൻഡിൽ രണ്ടര ഫോം ചെയ്തു, അതിന് ശേഷം വോളിയം ഇല്ല, ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ വന്നു. ഈ 2 ക്യാൻഡിലിന്റെ ബോഡി, ഈ 3 ക്യാൻഡിലിന്റെ ബോഡിയെക്കാളും വലുതായിട്ടാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തത്. സോ സ്വാഭാവികമായിട്ടും ബുള്ളിഷ് പാറ്റേൺ ആണ്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാം. ബട്ട് എല്ലാം കൂടി കുഴപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആകും. അതൊന്നും ആവശ്യമില്ലാണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. SMCയുടെ മെയിൻ ബേസിക്സ് കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. സ്പീഡായി പോയവർക്ക് സോറി. മേ ബി നിങ്ങൾക്ക് അത് SMCയുടെ കോൺസെപ്റ്റ് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം. മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.
വേറൊരു ട്രേഡ് ബ്രേക്ക് ഡൗൺ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.